our channel Chimini Vlog. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അതായത് വേണമെങ്കിൽ അതിനെ നമുക്ക് ഹെവി ആക്കാം, ലൈറ്റും ആക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഒരു മീഡിയം ലെവലിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പുറത്തൊരു ഫംഗ്ഷന് പോകണം, അല്ലെങ്കിൽ ഒരു പാർട്ടി ഇവന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കാതെ നമുക്ക് തന്നെ എങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതും എൻ്റെതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, സാരില്ല, ക്ഷമിച്ചേക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പൂമ്പാറ്റനെ കാണിക്കും. എല്ലാവർക്കും എൻ്റെ ടാറ്റു വ്ലോഗ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഭയങ്കര പൂമ്പാറ്റ ഭ്രാന്തിയാണെന്ന്. സോ എൻ്റെ മിററിലും അതൊക്കെ തന്നെയാണുള്ളത്. ആൻഡ് ഇപ്പോൾ കുറേ ആയിട്ട് ലോക്ക്ഡൗൺ 1.5 വർഷം ആയതുകൊണ്ട് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പ്ലക്ക് ചെയ്യുന്ന പരിപാടികളൊക്കെ നിർത്തിയിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ പ്ലക്കർ വെച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കലാണ് പരിപാടി. അപ്പോൾ ഇന്ന് ബ്ലോഗ് ചെയ്യാനായിട്ട് മിറർ എടുത്തപ്പോഴാണ് മനസ്സിലായത് മുഖത്ത് മുഴുവൻ വൃത്തികേടാണെന്ന്. അപ്പോൾ ഇതാദ്യം ചെയ്തിട്ട് നമുക്ക് മേക്കപ്പിലേക്ക്. വലിയ കാര്യമായിട്ടൊന്നും പ്ലക്ക് ചെയ്യാൻ അറിയത്തില്ല, പക്ഷേ അവിടെ ഇവിടെയൊക്കെ വളർന്നത് മാത്രമേ എടുക്കാൻ അറിയുള്ളൂ. കാരണം ഞാൻ തന്നെ ഓൾറെഡി എൻ്റെ ഷേപ്പൊക്കെ ഞാൻ തന്നെ പ്ലക്ക് ചെയ്തിട്ട് ഇപ്പോൾ 1.5 വർഷമായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി ലോക്ക്ഡൗൺ ഒക്കെ മാറിയിട്ട് നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് മേക്കപ്പ് ഒക്കെ തുടങ്ങാം. അതിന് മുന്നേ നമുക്ക് ഞാനിപ്പോൾ ത്രെഡൊക്കെ അതായത് പ്ലക്ക് ചെയ്തൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജ് എല്ലാവരും ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ പ്രൈമറോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൈമർ ഇടാം. ഓക്കെ, പ്രൈമർ ഏതാണ് കാണിക്കാം. കളർ ബാറിൻ്റെ ഒരു പ്രൈമറാണ്. അപ്പോൾ ഇതൊന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ മേക്കപ്പ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിൽ നല്ല എന്തെങ്കിലും ഒരു ബേസ് ആയിട്ട് കൊടുക്കുന്നതാണ്. മോയ്സ്ചറൈസറോ അല്ല പ്രൈമറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ സേഫാണ്. കാരണം ഡയറക്റ്റ് ആയിട്ട് മേക്കപ്പ് നമ്മുടെ സ്കിന്നിലേക്ക് പോവില്ലല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ പ്രൈമർ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇടുന്നത് മെബിലൈൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ അത് എല്ലാവരുടെയും കളർ ടോണിനനുസരിച്ചിട്ട് എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് മാച്ച് ആവുന്നത് ഇപ്പോൾ ഇതിൻ്റെ കളറ് ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇത് എൻ്റെ സ്കിന്നിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തരുടെ സ്കിന്നിന് മാച്ച് ആവുന്ന ഓരോ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടാവും. അപ്പോൾ അടുത്തത് ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ വേണമെങ്കിൽ കൺസീലർ ഇടാം. ചെറിയ പിമ്പിൾസിൻ്റെ മാർക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസീലർ ഇടാം. ഞാനിപ്പം കൺസീലർ യൂസ് ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കൺസീലർ. ഞാൻ ചില ഒക്കേഷൻസിൽ ഇപ്പോൾ ഹെവി ആയിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യും. പക്ഷെ ഇന്നത്തെ ഒരു പാർട്ടിക്കൊക്കെ ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് കൺസീലർ. വേണ്ടവർക്ക് ചൂസ് ചെയ്യാം കളർ ഷെയ്ഡ് അനുസരിച്ച്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വെച്ചു. ഞാൻ ആകെ 2 ഡ്രോപ്സേ എടുത്തിട്ടുള്ളൂ ഫൗണ്ടേഷൻ്റെ. കാരണം ഇതൊക്കെ ഫൗണ്ടേഷനും അതൊക്കെ ഓവർ ഇടുമ്പോഴാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഓവർ പുട്ടി എന്നുള്ള ഫീൽ വരുന്നത്. നമ്മൾ ഐ മേക്കപ്പിനും ലിപ്സ്റ്റിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ലൈറ്റ് ആക്കിയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുക. ഞാൻ ഫൗണ്ടേഷൻ ലൈറ്റ് ആയിട്ടായിരിക്കും ഇടുക, എന്നിട്ട് ലിപ്സ്റ്റിക്ക് ഡാർക്ക് ഏതെങ്കിലും ഷെയ്ഡ് ഇടും. നമ്മൾ ഫേസിൽ ഫൗണ്ടേഷൻ ഇടുന്ന പോലെ തന്നെ കഴുത്തിലും കൂടി ഇടണം. കാരണം ഇല്ലെങ്കിൽ ഫേസിൽ ഒരു കളറും കഴുത്തിൽ വേറൊരു കളറായിട്ടിരിക്കും. രണ്ടും ഈവൻ ടോൺ ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം മേക്കപ്പിൻ്റെ ഫൗണ്ടേഷൻ അതൊരു ബേസ് നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഐബ്രോ ചെയ്യാണ്. ഐബ്രോ ചെറുതായിട്ട് പ്ലക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഐബ്രോ പാലറ്റ് ഒക്കെ ചിലവർക്ക് ഉണ്ടാവും, അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഓൾറെഡി കുറേ തിക്കാണ്, പിന്നെ ചില സ്ഥലങ്ങളിൽ ഫില്ല് ചെയ്യണം. അതുകൊണ്ടാണ് പെൻസിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഐബ്രോ ഒന്ന് ചെറിയ ഷെയ്ഡൊക്കെ ചെയ്ത് കൊടുത്തു. വലിയ ഓർഡറിലൊന്നും അല്ല ചെയ്യുന്നത്, എനിക്ക് തോന്നിയതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് ചെയ്തിട്ട് ഇത് ചെയ്യണം അങ്ങനെയൊന്നും എനിക്കില്ല. ഞാൻ ഇനി ലിപ്സ്റ്റിക് ഇടാൻ പോവാണ്. കാരണം ലിപ്സ്റ്റിക് ഒരു മെയിൻ സാധനമാണ്, നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. ഇപ്പം ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഫേസിൽ ഇതെല്ലാം ഓവറായോ ലൈറ്റായോ എന്നുള്ളത്. ഇപ്പം ചില ഒക്കേഷനിൽ നമുക്ക് മേക്കപ്പ് ചെയ്യണ്ടായിരിക്കും. ഒരു റെഡ് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഫേസ് ഒക്കെ നമ്മുടെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. അപ്പം മേക്കപ്പിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മളിടുന്ന ലിപ്സ്റ്റിക് അനുസരിച്ചാണ് ബാക്കിയുള്ള പരിപാടികൾ. ലിപ്സ്റ്റിക്ക് ഇതൊന്ന് ലൈറ്റ് എടുക്കാം. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ.
ചെയ്യാറില്ല, പിന്നെ ഒരു പ്രഹസനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെറുതായിട്ടൊന്ന് ചെയ്തിടുകയാണ്. സോ ഇനി നമുക്ക് പയ്യെ കണ്ണിലേക്ക് കടന്നാലോ. അതാണ് ഏറ്റവും ടഫ്, അതുകൊണ്ട് ചെയ്യാനൊരു മടിയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഐ ഷാഡോ ഇടാം. അപ്പോൾ നമുക്ക് ഐ ഷാഡോ ഏതെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാം. അതായത് നമ്മൾ ഇട്ടെന്ന് തോന്നുകയും ചെയ്യരുത്, പക്ഷെ ആ ഒരു ഗ്ലേസിങ് ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡ് ഇടാം. എൻ്റെ പൂച്ചയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കിടന്ന് കരയുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാൻ വരുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഇതിൽ ചെറിയൊരു ഗ്ലിറ്ററിങ് ഉണ്ട് കേട്ടോ. ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. എനിക്ക് എല്ലാ സമയത്തും തിളങ്ങണം. ഇപ്പം ഞാൻ ഈ ഷെയ്ഡാണ് ഇട്ടത്. ഇനി നമുക്ക് ഇവിടെ ഐബ്രോസിൻ്റെ താഴെയായിട്ട് ഒരു ലൈറ്റ് ഒരു ക്രീമോ അല്ലെങ്കിൽ വൈറ്റോ അങ്ങനത്തെ ഏതെങ്കിലും ഷെയ്ഡ് യൂസ് ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അപ്പം നമുക്ക് ഐബ്രോയുടെ താഴെയായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് കൂടെ കൊടുക്കാം. ആണെങ്കിൽ ഡബിൾ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിടാം. അതായത് ഇവിടെ ഒരു കളർ എന്നിട്ട് ഇവിടെ ഒരെണ്ണം ഇങ്ങനെ ഷെയ്ഡ് ചെയ്തൊക്കെ കൊടുക്കാം. അത്രയ്ക്ക് നമുക്ക് മെനക്കെട്ടുണ്ടായതുകൊണ്ട് നമുക്ക് ലൈറ്റായിട്ട് ഏതെങ്കിലും ഒരു ഷെയ്ഡ് കൊടുക്കാം. ഫിനിഷ്. ഇനി നമുക്ക് കണ്ണെഴുതാം. അപ്പോൾ ഇത്രയും വെച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ പണിപ്പുരയിലേക്ക് കടക്കുകയാണ്. ഞാൻ ഈ കണ്ണിൻ്റെ ഇവിടെയാണ് കേട്ടോ എഴുതുന്നത്. കുറച്ച് വലിപ്പം തോന്നും നമുക്ക് അവിടെയൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ ചിലവർ താഴെ എഴുതിയിട്ട് അവിടെ എഴുതാതെ വിടും, പക്ഷെ കണ്ണിനൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും അവിടെ എഴുതി കഴിയുമ്പോൾ. പക്ഷെ ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ എഴുതാൻ. ഞാൻ കണ്ണിന് താഴെ എഴുതാതെ മുകളിൽ മാത്രം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ണെഴുതി. ഇനി നമുക്ക് മസ്കാര ഇടാം. വേണമെങ്കിൽ ഐലാഷ് വെക്കാം. ഫുൾ ചെയ്യണം നമ്മൾ. പിന്നെ ഏറ്റവും നല്ലത് ഈ അറ്റത്ത് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ണിനൊരു ഭംഗി, ഒരു നീളക്കൂടൽ ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെയും കൂടെ ഒന്ന്, നമ്മൾ കണ്ണ് എഴുതിയിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് താഴെയും കൂടെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. സോ ഇപ്പം ഐലാഷിൻ്റെ ആ ഒരു കുറവ് അറിയില്ലല്ലോ. ഐലാഷ് നമ്മൾ വെക്കാതെ തന്നെ മസ്കാര ഇട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ കണ്ണിൻ്റെയും പരിപാടി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ റൂഷ് ഹൈലൈറ്റർ ഒക്കെ ഇടാം. വേണമെങ്കിൽ ഒരു ലൈറ്റ് ഇട്ടേക്കാം അല്ലേ. അതിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഫൗണ്ടേഷൻ ഇട്ട് കണ്ണും എഴുതി ഒന്ന് ലിപ്സ്റ്റിക് ഇട്ട് നമുക്ക് പുറത്തിറങ്ങാവുന്നുള്ളൂ. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കുറച്ച് നല്ല ഭംഗിക്ക് ഇരിക്കണം നമുക്ക് തോന്നുമല്ലോ, അല്ലെങ്കിൽ ചില ഫോട്ടോഷൂട്ട്സിനാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഒരുങ്ങണം നമുക്ക് തോന്നുമ്പോൾ ഇടാം. ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് റൂഷ് ഇട്ടു. ഇനി വേണമെങ്കിൽ ഹൈലൈറ്റർ ഇടാം. അതൊന്ന് ലൈറ്റായിട്ട് ചീക്സിലും നോസിലും ഒന്ന് ഇട്ട് കൊടുക്കാം. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആണ്. ലൈറ്റായിട്ട് നോസിലും ഇവിടെ 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 ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. നോസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നോസ് കട്ട്, ചിലർ നോസ് കട്ട് ചിൻ കട്ട് ഇതൊക്കെ ചെയ്യും കേട്ടോ, നമ്മുടെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഷാർപ്പ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നോസിൽ ഇങ്ങനെ ഹൈലൈറ്റ് ഇടും. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഇവിടെ ഹൈലൈറ്ററും റൂഷും ഇടുന്നതുകൊണ്ട് നമുക്ക് ചിൻ കട്ട് ചെയ്യേണ്ട ആ ആവശ്യം വരുന്നില്ല. അപ്പോൾ ചെറുതായിട്ടുള്ളൊരു സ്വീറ്റ് ക്യൂട്ട് ആയിട്ടുള്ളൊരു ലുക്കാണെന്ന് തോന്നുന്നു. എനിക്കാണ് കുറച്ച് ഓയിലി ആയിട്ടുള്ള ലുക്കാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കോമ്പാക്ട് പൗഡർ ഇടാത്തത്. അപ്പം ചിലരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് കോമ്പാക്ട് പൗഡർ നമുക്ക് യൂസ് ചെയ്യാം, കളർ ഷെയ്ഡൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള നമ്മുടെ ഒരു മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. ടൗണിലൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഇവൻറ്റിനൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ലൈറ്റായിട്ട് എന്നാൽ ഓവർ ആവാതെ ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് മേക്കപ്പ് ആണിത്. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനിൽ ഒരു ഇനാഗ്രേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലയോ, ഇനി എന്താണ് അടുത്ത വീഡിയോ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്.